സോ ഹായ്, അപ്പോൾ നമ്മളൊന്നൊരു റെയ്ഡ് ഫാം ട്യൂട്ടോറിയൽ വന്നിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. സോ വില്ലേജിൽ നിന്ന് ഒരു 150 അല്ലെങ്കിൽ 200 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം നിങ്ങൾ ഫാം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫാം ബ്രോക്ക് ആവും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് എല്ലാ മൊബും സ്പോണാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാം പണിയാൻ വേണ്ടിയിട്ട് സ്കഫോൾഡിങ് എടുത്തിട്ട് ലാൻഡിൽ നിന്ന് ഒരു 100 ബ്ലോക്ക് അകലത്തിൽ ഒന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ സ്കഫോൾഡിങ് ഇല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ലാഡർ വെച്ച് കയറിയാലും മതി. അത് ഇത്തിരി പാടാണ്. ഇങ്ങനെ ചെയ്യാനായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ സ്കഫോൾഡിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. സോ ഇനി സ്കഫോൾഡിങ്ങിൻ്റെ ഒരു ഭാഗത്തുനിന്ന് 4 ബ്ലോക്ക് ലീഫ് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പർ സൈഡിൽ നിന്ന് ഒരു 6 ബ്ലോക്ക്. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, 6 ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ബ്ലോക്ക് കണ്ട ഇവിടെ ചെസ്റ്റ് വെക്കാം. ഓക്കെ, ചെസ്റ്റ് 2 പ്ലേസ് ചെയ്യാം. ഓക്കെ, ചെസ്റ്റ് പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ സൈഡ് വന്നിട്ട് നമ്മുടെ ഹോപ്പർ കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഉണ്ടാവും കാണാം. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇത് ഫുള്ള് നമ്മൾ ലീവ്സ് വെച്ച് കവർ ചെയ്യാം. ഓക്കെ, ഇതുപോലെ. അപ്പോൾ നമ്മൾ ലീവ്സൊക്കെ ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ കറക്റ്റ് ഭാഗത്ത് നമ്മളൊരു പിസ്റ്റൻ പ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ കറക്റ്റ് ഭാഗത്ത് കേട്ടോ, ഇവിടെ ഒരു പിസ്റ്റൻ പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബ്ലോക്കിൽ ഒരു പിസ്റ്റൻ, ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇടുക, അടുത്ത ബ്ലോക്കിൽ വേറൊരു പിസ്റ്റൻ. ഇതുപോലെ കണ്ടോ, വീണ്ടും ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇടുക, അടുത്ത ബ്ലോക്കിൽ ഒരു പിസ്റ്റൻ. കണ്ടോ, ഇപ്പോൾ ഇത് കാണാൻ ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പെൻസർ നമ്മൾ പിസ്റ്റൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആരോ ബട്ടൺ പിസ്റ്റണമേ ഫേസ് ചെയ്തിരിക്കണം. അതായത് ആരോ ബട്ടൺ പിസ്റ്റണമേ നോക്കിയിരിക്കുന്ന രീതിയിലാണ് വയ്ക്കുക. ഇപ്പോൾ ഇത് വെച്ച് കാണിച്ചു തരാം. ഡിസ്പെൻസറിൻ്റെ ആരോ ബട്ടൺ പിസ്റ്റണമേ നോക്കിയിരിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതേപോലെ ആരോ ബട്ടൺ പിസ്റ്റണമേ നോക്കിക്കണം. ഓക്കെ, അതേപോലെ ഇനി ഇപ്പുറ സൈഡും വയ്ക്കാം. റെഡ് സ്റ്റോൺ ടോർച്ച് എടുത്തിട്ട് നമ്മുടെ പിസ്റ്റണമേ പ്ലേസ് ചെയ്യുക. ഇതേപോലെ ഓരോ പിസ്റ്റണമേ റെഡ് സ്റ്റോൺ ടോർച്ച് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഫുള്ള്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പിസ്റ്റണമേ ലിവർ പ്ലേസ് ചെയ്യുക. ലിവർ പ്ലേസ് ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി ഓഫായിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ചെസ്റ്റിൻ്റെ നേരെയുള്ള ഡിസ്പെൻസറിനും പിസ്റ്റണുമേ 2 ഗ്ലാസ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഗ്ലാസ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്ലോക്ക് എടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്യുക. സോ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ ഒരു 18 ബ്ലോക്ക് ഹൈറ്റിൽ മുകളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇതിപ്പോൾ 2 ആയിട്ടുണ്ട്, ഇത് 3 ആയി. ഓക്കെ, ഇതേപോലെ 18 ബ്ലോക്ക് ഹൈറ്റിൽ ഇത് പണിയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ മുകളിൽ, അതിൻ്റെ നേരെയുള്ള ബ്ലോക്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഒന്നും പണിയാൻ പാടില്ല. ഒരു സൈഡ് വിട്ടിട്ട്, അതായത് ഈ 3 ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ 3 സൈഡ് അവിടെ നമ്മൾ പ്ലാറ്റ്ഫോം പണിയാം. ഓക്കെ, കാണിച്ചു തരാം. അതായത് ഈ സൈഡിൽ നമ്മളൊരു 7 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈക്ക് ഇതേപോലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്നും ഒരു 7 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ സൈഡിൽ നിന്ന് 7 ബ്ലോക്ക്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് 7 ബ്ലോക്ക് വരെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളും, അതായത് ഈ 3 സൈഡ് നമ്മളൊന്ന് കണക്ട് ചെയ്യുക.
ബ്ലോക്കെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലോക്കിൽ വന്നിട്ട് നമ്മളൊരു 12 ബ്ലോക്ക് ഹൈറ്റിൽ ഒരു വാൾ പണിയാം. ഈ സൈഡ് ഫുള്ള് ഇനി ഇതേപോലെ 12 ബ്ലോക്ക് ഹൈറ്റിൽ ഒരു വാൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ വന്നിട്ട് ഒരു ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതൊരു ടെമ്പററി ബ്ലോക്കാണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് ഈ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ചോളാം. ഓക്കെ, എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, ഇത് ഈ പ്ലാറ്റ്ഫോമിന് ചുറ്റും ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ആ വാൾ പോലെ 12 ബ്ലോക്ക് ഹൈറ്റിലേക്ക് ഫുള്ളൊന്ന് പണിയാം. ഓക്കെ, ലൈക്ക് ഇതുപോലെ. ഓക്കെ, ബ്ലോക്കെല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലീവ്സ് പ്ലേസ് ചെയ്യുക. 13ാമത്തെ ബ്ലോക്കായിട്ട് ലീവ്സ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇതേപോലെ ഇത് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്ഡ് മോബ്സ് ഇതിൻ്റെ മുകളിൽ സ്പോൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലീവ്സ് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളും ലീവ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വരാം. ഓക്കെ, താഴേക്ക് വന്നിട്ട് ഇവിടെ, അതായത് നമ്മൾ ഇവിടെ ഒന്ന് നിൽക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അതേപോലെ 7 എണ്ണം വയ്ക്കുക. ഓക്കെ, 7 എണ്ണം വെച്ചിട്ട് അടുത്ത ബ്ലോക്ക് ഇതുപോലെ വെക്കുക. അത് 6 എണ്ണം, അതായത് 2, 3, 4, 5, 6. ഓക്കെ, അടുത്ത് 5 ആക്കി വെക്കുക. ഓക്കെ, ലൈക്ക് 1, 2, 3, 4, 5. ഓക്കെ, അടുത്തത് 4 ബ്ലോക്ക്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് 3 ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് 2 ബ്ലോക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 ബ്ലോക്ക്. അത് ഇനി നമ്മൾ സെയിം, അതായത് അപ്പുറം സൈഡ് ചെയ്ത പോലെ ഇവിടെ അതുപോലെ തന്നെ ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു 7 ബ്ലോക്ക് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 6 ബ്ലോക്ക്, 5, അതിൻ്റെ ഇത് 4, 3, 2, 1. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഉണ്ടാവും കാണാൻ. ഓക്കെ, ഇനി സൈൻ ബോർഡ് പ്ലേസ് ചെയ്യാൻ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബ്ലോക്കിൽ 2 സൈൻ ബോർഡ് ഇതേപോലെ വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇവിടെ ഒരെണ്ണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തും ഒരെണ്ണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്നീക്ക് ചെയ്തിരിക്കുക. ഓക്കെ, സ്നീക്ക് ചെയ്തിട്ട് ഒരെണ്ണം പ്ലേസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് വന്നിട്ട് സ്നീക്ക് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് കറക്റ്റ് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഒരെണ്ണം കൂടി പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ, അതായത് ഈ ഒരു ബ്ലോക്കിൽ ലാവ ഒഴിക്കുക. അത് ലാവ എവിടേക്കും പോവില്ല, അത് അവിടെ തന്നെ ഇരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ സൈൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ ബോർഡ് വെക്കണ ആരൊന്ന് ശ്രദ്ധിച്ച് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് വാട്ടർ ഒഴിക്കുക. അതായത് നടുക്ക്, അതായത് സെൻട്രലിൽ ഈ 2 ബ്ലോക്ക് കണ്ടോ നടുക്കത്തെ, അവിടെ 2 കൊടുത്തും നമ്മൾ വാട്ടർ ഒഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ കോർണറും അതിൻ്റെ അപ്പുറത്തുള്ള ബ്ലോക്കിലും ഒഴിക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തെ സൈഡിൽ, അതായത് നടുക്കും പിന്നെ ആ കോർണറിൽ ഒഴിക്കുക. ഓക്കെ, ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോർണറിൽ വന്നിട്ട് ഒരു ബക്കറ്റ് ഒഴിക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇവിടെ കറക്റ്റ് ഒഴിച്ചാൽ ഇതേപോലെ ഉണ്ടാവും. കറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അത്രേ ഉള്ളൂ ആ പണി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വില്ലേജറെ തലവേദന പിടിച്ചൊരു പണിയാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട്
ഒരു 7 ബ്ലോക്ക് താഴ്ച, അതായത് ഇപ്പോൾ ഇത് 3 ആയി, 4, 5, 6, 7. ഓക്കെ, 7ാമത്തെ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ബ്ലോക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിനൊരു ബെഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ലീവ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നൊടി വെക്കാം. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വർക്കിംഗ് സ്റ്റേഷൻ വയ്ക്കുക. ഓക്കെ, ഞാനിവിടെ ഫ്ലെക്സിങ് ടേബിളാണ് എടുക്കണം, നിങ്ങൾക്ക് ഏതുള്ള എടുക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലും ഒരു ലീവ്സ് വയ്ക്കുക, കാരണം അതിൻ്റെ മുകളിൽ വേറൊരു മോബ്സും പോണാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നിട്ട് താഴെയുള്ള പ്ലാറ്റ്ഫോം പൊട്ടിച്ചളഞ്ഞിട്ട് ഇതാ ഇതൊരു കൂട് പോലെ ആക്കുക. ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഒരു കൂട് പോലെ ആക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കൂട് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വില്ലേജറിനെ കൊണ്ടിടാം. ഓക്കെ, എന്നിട്ട് അവൻ അതിലേക്ക് ലിങ്ക് ആണല്ലോ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയുടെ മുകളിൽ ഇതേപോലെ ഒരു ബ്ലോക്കും കൂടി നമ്മൾ ലീവ്സ് വെച്ചൊന്ന് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലീവ്സ് വെക്കാം. സോ നിങ്ങളിവിടെ ലീവ്സ് തന്നെ വെക്കണം, ഇവിടെ വേറൊരു ബ്ലോക്കും വെക്കാൻ പാടില്ല. കാരണം റെയ്ഡ് മോബിന് അതിൻ്റെ ഉള്ളിൽ സ്പോൺ ആകാൻ പറ്റും വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ. സോ എല്ലാവരും ലീവ്സ് തന്നെ വെക്കാം. സോ അതല്ല, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ട്രൈഡൻറ്റ് ഇടാം. ഓക്കെ, ട്രൈഡൻറ്റ് ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ആ പിസ്റ്റൺ നോക്കി കറക്റ്റ് എറിയാം. ഓക്കെ, എന്നിട്ട് ഇത് അങ്ങോട്ട് നമുക്ക് അടയ്ക്കാം. ഓക്കെ, എന്നിട്ട് അത് ഓണാക്കാം. ഓക്കെ, ഓണാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് കണ്ടോ താഴേക്ക് അത് വീഴും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിപ്പോൾ ഫുള്ള് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കുടിക്കാം. സോ ഞാനിത് കട്ട് ചെയ്യണമൊന്നുമില്ല. ഓക്കെ, ഇത് വെക്സ് ഒന്നും വരില്ല, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ട് ചെയ്യണില്ല. സോ ഈ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ലൂട്ടിങ് 3 സോഡ് പിടിച്ചിരുന്ന നല്ല ലൂട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഗെയിം മോഡ് ഹാർഡാക്കി ഇട്ട് കഴിഞ്ഞാൽ ടോട്ടം അതുപോലെ തന്നെ എമറാൾഡൊക്കെ നല്ല രീതിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ലൂട്ടിങ് 3 ഒന്നും പിടിക്കണില്ല, ഞാൻ നോർമലായിട്ട് നിൽക്കുക. ഓക്കെ, അതെ അവരൊന്ന് വീഴുന്നുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ ഫാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ,